ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മീൻ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ സച്ചി വീഡിയോയിൽ പകർത്തിയിരിക്കുകയാണല്ലോ. ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ വീട്ടിലുള്ളവരെ കാണിക്കാനായിട്ട് ഒരുങ്ങിയാണ് സച്ചി. അതിനു മുന്നേ തന്നെ ശ്രുതിക്ക് ജോലിയില്ല, ശ്രുതി പാർക്കിൽ പോവുകയാണെന്നുള്ള സത്യമൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ശ്രുതി അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി വീഡിയോ പ്ലേ ചെയ്യുകയാണ് കേട്ടോ. വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സച്ചി പറയുന്നുണ്ട്, സമയം രാവിലെ 10 മണി എന്നും പറഞ്ഞുകൊണ്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ശ്രുതി കപ്പലണ്ടി കഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പാർക്കിൽ കടന്ന് കുട്ടികളെ പോലെ കളിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് കാണിക്കുന്ന സമയത്ത് ശ്രുതി ആകെ വെല്ലാണ്ടാവുകയാണ്. കാരണം ശ്രുതി ഒരു കാർ ഷോറൂമിലെ മാനേജറാണ് എന്ന രീതിക്ക് ഭയങ്കര പൊങ്ങച്ച വർത്താനൊക്കെ നമ്മുടെ ശ്രുതി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഭൂമി പിളർന്ന് താനങ്ങ് താഴത്തേക്ക് പോയിരുന്നെങ്കിൽ എന്നൊരു മൈൻഡോട് കൂടി തന്നെയാണ് ശ്രുതി നിൽക്കുന്നത്. രവിയും രേവതിയും വർഷയും ശ്രീകാന്തും ആണെങ്കിലും ഇതൊരു ഞെട്ടലോട് കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ എല്ലാം കാണുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ കാണുന്നതിനിടയിൽ രവി പറയുന്നുണ്ട്, മതി വീഡിയോ പ്ലേ ചെയ്യുന്നത് മതി, നിർത്ത് എന്ന് ഒരു വല്ലാണ്ട് അവസ്ഥയോട് തന്നെ പറയുകയാണ്. കാരണം അച്ഛനോടും ഭാര്യയോടും എല്ലാവരോടും തന്നെ ജോലിക്ക് പോവാണെന്നുള്ള കള്ളം പറഞ്ഞിട്ടാണല്ലോ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രവി ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി എന്താ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി നേരത്തെ നവീനെ കാണാനായിട്ട് പാർക്കിൽ ചെന്ന സമയത്ത് ശ്രുതിനെ ഇതുപോലെ തന്നെ പാർക്കിൽ വെച്ച് കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി അച്ഛനോടായിട്ട് പറയുകയാണ്, അങ്കിൾ ചിലപ്പോൾ ക്ലയൻസ് ആരെങ്കിലും പാർക്കിൽ വന്നിട്ടുണ്ട്, അവരെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രുതിച്ച് എന്തായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീയൊക്കെ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇതേ പാർക്കിലെ സെക്യൂരിറ്റിക്കാരുടെ വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് സെക്യൂരിറ്റിക്കാരൻ പറയുകയാണ്, ഇവർ രണ്ടുപേരും എന്നും രാവിലെ പാർക്കിൽ വരും, വൈകുന്നേരം ജോലിക്ക് പോയിട്ട് തിരികെ പോണ പോലെ തന്നെ ഇവിടെ പാർക്കിൽ നിന്ന് പോകും എന്നൊക്കെ സെക്യൂരിറ്റിക്കാരൻ പറയുകയാണ്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, അതുമാത്രമല്ല ശ്രുതി ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മാനേജറുടെ ഓഡിയോ ക്ലിപ്പ് കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പറയുകയാണ്, ശ്രുതി ജോലിക്ക് നിന്നു, പക്ഷെ 2 ദിവസം മാത്രമേ ഇവിടെ നിന്നുള്ളൂ, അയാളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നൊക്കെ പറയുകയാണ്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതി ആകെ തകർന്നു പോവുകയാണ്. ഇതിനിടയിൽ ചന്ദ്ര എന്ന ശ്രുതിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും വില പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ വീഡിയോ എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുകയാണ്, ഇതുകൊണ്ടാണല്ലോ ഏട്ടൻ നേരത്തെ ഞങ്ങൾ കാറ് മേടിക്കാൻ ചെന്ന സമയത്ത് പുതിയ കാറ് വരുമ്പോൾ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട്, അന്നേ എനിക്ക് സംശയം തോന്നിയിരുന്നു, പക്ഷേ അന്ന് വന്ന സെയിൽസ് മാനേജറോട് ശ്രുതിയേട്ടൻ എന്തൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞ സമയത്താണ് അയാളൊന്ന് പേടിച്ചത്. ഇതെല്ലാം ശ്രുതിയേട്ടൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു വെക്കാനായിരുന്നല്ലേ, ശ്രുതിയേടത്തെ ഇതായിരുന്നില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലി, പഠിച്ച കള്ളനാണല്ലേ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അതാണ് കൃത്യം പറയാവുന്ന വേർഡ് ഇത് തന്നെയാണ്, പഠിച്ച കള്ളൻ എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം നമ്മുടെ ശ്രുതി ആകട്ടെ ഇതൊന്നും അറിയാതെ തന്നെ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് രേവതിയുടെ പൂക്കടയെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വരുന്നത്. വീട്ടിൽ വന്ന് കയറി ഉടനെ തന്നെ പറയുകയാണ്, ആ പൂക്കട അവിടെ നിന്ന് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നെ കാണാനായിട്ട് ഷോറൂമിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കത് മോശമാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അന്നേരം സച്ചി പറയുന്നുണ്ട്, നിനക്ക് ആ ഒരു പൂക്കടയാണല്ലേ മോശം, അതൊക്കെ പോട്ടെ, ഇന്ന് ഷോറൂമിൽ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന് ഷോറൂമിൽ നല്ല സെയിൽസ് നടന്നു എന്നൊക്കെ രീതിക്ക് പൊക്കി പറയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ഇതിനിടയിൽ തന്നെ ശ്രുതി എല്ലാവരും ഫേസിലേക്ക് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും മുഖം വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അല്ല നീ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെയാണെന്ന് പറയാണ് കേട്ടോ. വേഗം തന്നെ ശ്രുതി, അതിൻ്റെയാണോ ശ്രുതി, ഇന്ന് ഷോറൂമിൽ ആരാ വന്നതെന്നറിയാവോ, യു തെക്കൻ നിവിൻ പോളി എൻ്റെ സംസാരം കേട്ടിട്ട് ഒരു കാറിന് പകരം 2 കാറാണ് ബുക്ക് ചെയ്തിട്ട് പോയത്, മാത്രമല്ല അടുത്ത ആഴ്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുമുണ്ട് എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് മതി എന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ട്. എന്താ അമ്മേ, ഓഫീസിലുള്ള എൻ്റെ വില എല്ലാവരും അറിയട്ടേന്നേ, ഞാൻ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ ശ്രുതി പറയുകയാണ്. എന്നാൽ സച്ചി പറയുന്നത്, അതാണ് ഇന്ന് ഞാനൊരു സിനിമ കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ്. വേഗത്തിൽ ശ്രുതി പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാനിന്ന് ആകെ ടയേർഡാണ്, ഓഫീസിൽ ഭയങ്കര ജോലിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് പറ്റില്ല, നിൻ്റെ യൂത്ത് ഐക്കൺ നിവിൻ പോളിയുടെ സിനിമയാണ്, ആണോ എന്നാൽ പിന്നെ കണ്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വീഡിയോ കാണാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെയും സുഹൃത്തിനെയും കാണുമ്പോഴത്തേക്കും ആകെ പേടിയിലും ഞെട്ടലിലും അതിനുപരി നാണക്കേടിലും ഇരുന്നോടത്തുനിന്ന് പതിയെ എഴുന്നേക്കുവാണ് കേട്ടോ ശ്രുതി. ഇതേ സമയം തന്നെ രവി നേരെ ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, ഇതാണോ നിന്റെ ജോലി, നിനക്ക് എങ്ങനെ തോന്നി കള്ളം പറഞ്ഞ് പറ്റിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ശ്രുതിനെ വഴക്ക് പറയുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അദ്ദേഹം അമ്മയുടെ മുഖത്തേക്ക് നോക്കി, അമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. വേഗം തന്നെ രവി, ചന്ദ്ര നിനക്ക് സത്യങ്ങൾ അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവസാനം സൈ കേട്ട് ചന്ദ്ര തനിക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു എന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ രവി പറയുന്നുണ്ട്, നിനക്ക് ഇനിയും നിർത്താറായില്ലല്ലോ ചന്ദ്ര, നേരത്തെ ആധാരം പണയം വെച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാനറിയാതെ ഒരു കള്ളത്തരം ഇവിടെ കാണിക്കരുതെന്ന്, നിനക്ക് എന്തോരം പറഞ്ഞാലും മനസ്സിലാവുകയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രയും വഴക്ക് പറയുകയാണ് രവി. അതിനുശേഷം വർഷയും ശ്രീകാന്തും എല്ലാം തന്നെ ശ്രുതി കള്ളം പറഞ്ഞ് പാർക്കിൽ പോയതുമായുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ രേവതി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഞാൻ പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പറയാമോ എന്ന് വരെ നീ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം,
ചോദിക്കാം. നേരത്തെ എൻ്റെ സച്ചിയേട്ടൻ 2 ദിവസം ജോലി ഇല്ലാതെ വീട്ടിൽ നിന്ന സമയത്ത് നീ എന്തൊക്കെയാ പറഞ്ഞത്? ബാറിൽ പോയി ജോലി ചെയ്യാൻ വരെ നീ പറഞ്ഞില്ലേ? ആ ഒരു ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് ശ്രുതി. പക്ഷെ ഇദ്ദേഹത്തെ പോലെ ജോലി ഇല്ലാതെ നടക്കുമല്ലോ എൻ്റെ സച്ചിയേട്ടൻ എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനാകാതെ ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിലോ കരഞ്ഞാകെ നാണം കെട്ട അവസ്ഥയിൽ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.